കേരളത്തിൽ അതിശക്തമായ LDF തരംഗം ഉണ്ടാകുമ്പോൾ പോലും UDF ഒരു പച്ചത്തുരുത്തായി നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. അത് ഈ 2016 2021 UDF അത്തരത്തിൽ തന്നെയാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ചില സാഹചര്യങ്ങൾ മാറി മറിയുന്നു. എറണാകുളം ജില്ലയിലാണ് നമുക്കറിയാം 2020 NDA പ്രവേശം, ഇതൊക്കെ അവിടുത്തെ ചില രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലേക്കാകുമോ പോകുന്നത്, അതോ UDF ഈ പച്ചത്തുരുത്ത് നിലനിർത്തുമോ? മരുഭൂമിയിലെ മരുപ്പച്ചയാണ് UDF സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ല ആകമാനം 14 സീറ്റുള്ള എറണാകുളത്ത് ജില്ലയിൽ 9 സീറ്റ് UDF. ഏറ്റവും മോശ കാലഘട്ടമാണെന്ന് ഓർക്കണം UDF. അപ്പോഴും 9 സീറ്റ്, ആകെ ലഭിച്ച 40 സീറ്റിൽ 9 എണ്ണം എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അഭിമാനിക്കാം. കാരണം നമുക്കൊരു കൃത്യമായി ഒരു സീറ്റ് കോൺഗ്രസിന് പോക്കറ്റ് ബെറോ എന്ന് പറയാൻ കേരളത്തിൽ ഒരിടത്തുമില്ല. ഉണ്ടെങ്കിൽ അത് എറണാകുളത്ത് മാത്രം. പക്ഷേ പറവൂർ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് VD സതീശൻ ആയതുകൊണ്ടാണ് പറവൂർ ജയിച്ച സ്ഥാനാർത്ഥിയുടെ മികവുണ്ട്. അതേസമയം എറണാകുളം ജില്ലയിലെ 4-5 സീറ്റുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആണ് എന്ന് നിസ്സംശയം പറയാം. ജയിച്ചു വരാനും സാധിക്കും, സഖ്യകക്ഷികളുടെ പിൻബലമില്ലാതെ തന്നെ. പക്ഷേ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ തീരുമാനം മാത്രമാണ്. ഇവിടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മൈനോറിറ്റീസ്, അതായത് ലത്തീൻ കത്തോലിക്ക ബെൽറ്റ്, ക്രിസ്ത്യാനി വിഭാഗത്തിൻ്റെ ലത്തീൻ കത്തോലിക്ക തീരദേശ വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുള്ള പടിഞ്ഞാറൻ തീരം, അറബിക്കടലിൻ്റെ തീരപ്രദേശങ്ങൾ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങൾ, അവിടെയൊക്കെ ലത്തീൻ വോട്ടുകൾ കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിച്ചിരുന്നു. KB തോമസ് ഒക്കെ അങ്ങനെയാണ് ഉയർന്ന് വന്നത്, അല്ലേ? സെബാസ്റ്റ്യൻ പോൾ ഒരിക്കൽ അവിടെ വെന്നിക്കൊടി പാറിച്ചു ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട്. അതല്ലാതെ പൊതുവെ UDF ഒരു ആധിപത്യമാണ്. പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും കളമശ്ശേരി മണ്ഡലം അല്ലെങ്കിൽ വൈപ്പിൻ മണ്ഡലം, കൊച്ചി, ഇവിടെയൊക്കെ തീർച്ചയായും തൃപ്പൂണിത്തുറ, ഇവിടെയൊക്കെ ഇടതുപക്ഷത്തിനും സ്വാധീനം ഇല്ല എന്ന് പറയാനാവില്ല. വൈപ്പിനിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുണ്ട്. പക്ഷെ തൃപ്പൂണിത്തുറയിൽ K ബാബുവിന്റെ ഒരു ബലത്തിൽ ജയിച്ചു വരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് 1000-ൽ താഴെ വോട്ടിന് വിജയിച്ചു വന്നു. അപ്പൊ അങ്ങനെ UDF പൊതുവെ അനുകൂലമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ തേരോട്ടമായിരുന്നു, UDF തേരോട്ടം നടന്നതാണ് ഏതാണ്ട് എല്ലാ നഗരസഭകളും. തൃപ്പൂണിത്തുറയിൽ BJP ഭരിക്കുന്നു എന്നത് ഒഴിച്ചാൽ, അതും ഭൂരിപക്ഷമില്ല, ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ. അല്ല എങ്കിൽ UDF തന്നെയാണ് മേൽക്കൈ. LDF എല്ലാ ശക്തി ദുർഗങ്ങളും കടപുഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് മറ്റൊരു ബോൾ ഗെയിമാണ്. P രാജീവ് മത്സരിക്കുന്നു കളമശ്ശേരിയിൽ. നല്ല പ്രതിച്ഛായ ഉള്ള മന്ത്രിയാണ്, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഇത് വ്യവസായ മേഖല കൂടിയാണ്. കൊച്ചിയുടെ, എറണാകുളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഈ കളമശ്ശേരി ബെൽറ്റ് എന്ന് പറയുന്നത്. ആലുവയിൽ എന്നാൽ UDF മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും എല്ലാം അൻവർ സാദത്ത് നിരന്തരം ജയിച്ചു വരുന്ന ഒരു മണ്ഡലം. അതുപോലെ കുറച്ചുകൂടെ ഉൾനാട്ടിലേക്ക് വരുമ്പോൾ എറണാകുളത്തിൻ്റെയാണ് മധ്യഭാഗത്തേക്ക് വരുമ്പോൾ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖലയിൽ. പെരുമ്പാവൂരിൽ പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നു. വിവാദത്തിൽപ്പെട്ട ശ്രീവിഷയത്തിൽ ഉൾപ്പെടെ വിവാദത്തിൽപ്പെട്ടപ്പോൾ ഒരു ധാർമ്മികമായ ഒരു കാര്യം കോൺഗ്രസിനെ ഒരുപക്ഷെ വേട്ടയാടുന്നുണ്ടാവും. ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നതാണ്. LDF നിന്നും 2888 വോട്ട് മാത്രം, ചെറിയ ഭൂരിപക്ഷം. പക്ഷേ അടിസ്ഥാനപരമായി 2020 കൂടി ചെറിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കുന്നത്തുനാട്. മാത്രമല്ല പെരുമ്പാവൂരിലേക്ക് ആ സ്വാധീനം വ്യാപിക്കുന്നു. ഇപ്പോൾ 2020 BJP പാളയത്തിലേക്ക് നീങ്ങിയപ്പോൾ 2020 നല്ല നമ്പർ വോട്ടർമാർ UDF മാറി എന്ന ഒരു ചിന്ത കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ട്. കാരണം ആ 2020 ലഭിച്ചിരുന്നത് അരാഷ്ട്രീയ വോട്ടുകളാണ് പലതും, അല്ലെങ്കിൽ വികസനത്തിലുള്ള വോട്ടുകളാണ്. BJP സ്വാഭാവികമായി വികസനം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ്. തീർച്ചയായും ആ വികസന വോട്ടുകൾ ലഭിക്കാം. അതേസമയം നിഷ്പക്ഷ വോട്ടുകൾ പലപ്പോഴും BJP 2020 ബാന്ധവത്തിൽ വ്യാകുലരായി മാറിപ്പോകുന്ന ഒരു കാഴ്ചയും കാണാം. അതുകൊണ്ട് UDF അത് അഡ്വാൻറ്റേജ് ആയി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. LDF അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കില്ല. ജില്ലയിലെ 2-3 മണ്ഡലങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് പറവൂർ, മറ്റൊന്ന് കുന്നത്തുനാട്, മറ്റൊന്ന് വരുന്നത് ഈ BJPയുടെ ഒരു കടന്നുകയറ്റമുള്ള തൃപ്പൂണിത്തുറയിൽ. ഈ പറവൂർ VD സതീശന്റെ പോക്കറ്റ് ബെറോയാണ്. 5 തവണയാണ് പറവൂർ സതീശൻ ജയിച്ചു വന്നത്. യഥാർത്ഥത്തിൽ സതീശനെ പ്രതിപക്ഷ നേതാവായി
തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം നിരന്തരമായി പറവൂർ ജയിച്ചു വരുന്നു. ഏത് കോൺഗ്രസ് നേതാവിന് ക്ലെയിം ചെയ്യാനാവും? അടൂർ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരന്തരമായി ജയിച്ചിരുന്നു. അതൊരു കോൺഗ്രസ് സീറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ പിന്നീട് സംവരണ മണ്ഡലത്തിൽ പിന്നീട് സംവരണ മണ്ഡലമായി. പിന്നീട് കോൺഗ്രസ് ജയിച്ചിട്ടില്ല, ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. പറവൂർ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ഡലമാണ്. CPI ആണ് ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരനായ ആദ്യം പരാജയപ്പെട്ടു വി ഡി സതീശൻ. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വി ഡി സതീശൻ കൃത്യമായ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഇത് ഏതാണ്ട് 16,000 21,301 വോട്ട്. പക്ഷേ ഇത്തവണ CPM അത് ഏറ്റെടുക്കാനുള്ള CPI മത്സരിച്ചാൽ സതീശനൊരു നല്ല ഫൈറ്റ് കൊടുക്കാനാവില്ല എന്ന ചിന്ത CPI ഒരിക്കൽ പന്നിയൻ രവീന്ദ്രൻ മത്സരിച്ചാണ്. ഒരിക്കൽ മത്സരിച്ചതാണ്. CPIയുടെ നിലവിൽ എല്ലാ കാലത്തും CPIയുടെ സീറ്റാണ്. എന്നാൽ CPIയേക്കാളും വലിയ പാർട്ടി CPM തന്നെയാണ് പറവൂർ. അപ്പോൾ പറവൂർ ഒരു സ്റ്റാർ മണ്ഡലം. അവിടെ സതീശനെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി CPM ആണെങ്കിലും വരുമെന്നൊന്നും ഇപ്പോൾ കരുതാനാവില്ല. പ്രത്യേകിച്ച് സതീശൻ ഭാവി മുഖ്യമന്ത്രി ആ മണ്ഡലത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ. കോൺഗ്രസ് ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മറ്റുള്ളവരുടെ വിഷയമാണ്. മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ സതീശൻ അവതരിപ്പിക്കപ്പെടുന്ന ജയസാധ്യത കൂടുതലാണ്. ഇനിയത്തെ സ്റ്റാർ മണ്ഡലം എന്ന് പറയാനാക്കുമെന്നറിയില്ല. 2020യുടെ പ്രഭവ കേന്ദ്രമാണ് കുന്നത്ത് നാട്. പണ്ട് TH മുസ്തഫയൊക്കെ ജയിച്ചു വന്നിരുന്ന കോൺഗ്രസിന്റെ ഒരു തട്ടകമായിരുന്നു. പിന്നീട് 2020 വന്നപ്പോൾ അടിസ്ഥാനപരമായി കോൺഗ്രസ് വോട്ടുകളുടെ നല്ല പങ്കും 2020യിലേക്ക് പോയി. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ PV ശ്രീനിജൻ ജയിച്ചു വരുന്നത്. 2715 വോട്ടാണ്. VP സജീന്ദ്രൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സംവരണ മണ്ഡലമാണ്. അവിടെ സാബു ജേക്കബിന് എന്തായാലും മത്സരിക്കാനാവില്ല. സാബു ജേക്കബ് സംവരണ കാറ്റഗറിയിൽ പെടുന്ന ആളല്ല, ക്രൈസ്തവനാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ത്രികോണ മത്സരം വരാം. ഒരു സംവരണ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി 2020ക്ക് ഉണ്ടാവും. അപ്പോൾ കൃത്യമായൊരു ത്രികോണ മത്സര സാധ്യതയോടെ 42,000 വോട്ടാണ് 2020ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമാനമായ നമ്പറാണ് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ 2020ക്ക് ലഭിച്ചത്. ഐക്യരമേട് പഞ്ചായത്ത് 2020 ഭരിക്കുന്നു. അതുപോലെ ഈ 2020യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് 2020യുടെ സ്ഥാപനം ഇരിക്കുന്ന ഇതാണ്, കമ്പനി ഇരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്താണ്. അതിപ്പോഴും 2020 തന്നെയാണ്. കൂടെയുള്ള 2 പഞ്ചായത്ത്, കുന്നത്തുനാട് പഞ്ചായത്തും മറ്റൊരു പഞ്ചായത്തും, അവിടെയെല്ലാം വലിയ കക്ഷി 2020 ആണ്. മറ്റെല്ലാ കക്ഷികളും ഒന്നിച്ച് നിന്ന് 2020 എതിർത്തു. അതുകൊണ്ടാണ് ഈ വിജയം ആവർത്തിക്കാനാവാതെ പോയത്. ജില്ലയിലെ കോതമംഗലം മണ്ഡലമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ. ഈ കോതമംഗലം മണ്ഡലവും ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത്. നിലവിലവിടെ LDF ആണ് വിജയിച്ചു നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏതെങ്കിലും ഒരു മണ്ഡലം കേരള കോൺഗ്രസിന് കൊടുക്കണമല്ലോ എന്നതുകൊണ്ട് ഒരുപക്ഷെ കോതമംഗലത്ത് കേരള കോൺഗ്രസ് തുടരാനാണ് സാധ്യത. കോതമംഗലത്ത് ശക്തമായ UDF സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അത് കേരള കോൺഗ്രസ് വിജയിച്ചു വരാൻ സാധ്യത കുറവാണ്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് ജയിച്ചു വരാമെന്ന് UDF കരുതുന്നു, കോൺഗ്രസ്സുകാർ കരുതുന്നു അറ്റ്ലീസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളുള്ള സിംഗിൾ ലാർജസ്റ്റ് ജങ്ക് ഓഫ് UDF വോട്ട്സ് വരേണ്ട ജില്ല ഇതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായ മലപ്പുറം ജില്ലയാവും ഏറ്റവും അധികം UDF MLA-മാരെ സംഭാവന ചെയ്യുന്നത്. കാരണം അവർ 16 സീറ്റോ മറ്റോ ഉണ്ട്. എനിക്ക് 16 സീറ്റുണ്ട് മലപ്പുറത്ത്. അവരുടെ കണക്കുകൂട്ടൽ എപ്പോഴും അതാണ്, മലപ്പുറവും മുഴുവൻ പിടിക്കുക, എറണാകുളവും മുഴുവൻ പിടിക്കുക. എനിക്ക് തോന്നുന്നു ഇത്തവണ ഭരണവിരുദ്ധ വികാരം അതിശക്തമായതുകൊണ്ട് എറണാകുളത്ത് വലിയ നേട്ടം UDF-ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഉറപ്പായും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ നേട്ടം, 2020 കളം മാറി ചവിട്ടിയതിൻ്റെ ഇൻഡയറക്റ്റ് നേട്ടം. പിന്നെ സാമുദായിക സംഘടനകൾ ഇപ്പോൾ NSS-ഉം SNDP-യും വേർപിരിഞ്ഞു. ഒരിക്കലും ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞതല്ലാതെ ഒരിക്കലും ഒരുമിച്ച് വന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രയോജനം ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും കക്ഷിക്ക് ലഭിക്കുമെങ്കിൽ അത് UDF-നാണ്. UDF ജയിച്ചു വരികയും 14-ൽ 10 സീറ്റോ 11-ഓ 12-ഓ സീറ്റുകൾ നേടി ജയിച്ചു വരികയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി ഒക്കെ കാര്യമായി സ്വാധീനമുള്ള യാക്കോബായ സഭയ്ക്ക് കാര്യമായ വോട്ടുള്ള പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖല, കത്തോലിക്ക സഭയ്ക്ക് കാര്യമായ വോട്ടുണ്ട്, ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വോട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വോട്ടുണ്ട്, നായർ ഈഴവ വോട്ടുകളുണ്ട്. അപ്പം സമുദായ വോട്ടുകളുടെ വലിയ പ്രഭാവം പല രീതിയിലും വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും തന്നെ LDF-ന് കാര്യമായ പ്രയോജനം ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ അപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം. കളമശ്ശേരി ക്യാൻ ബി വൺ ബെറ്റ്, കൊച്ചി ക്യാൻ ബി അനദർ ബെറ്റ്. ഇതൊക്കെയാണ് വലിയ പ്രതീക്ഷയുള്ള ഇടത് മണ്ഡലങ്ങൾ. BJP-ക്ക് പ്രതീക്ഷയുള്ളത് തൃപ്പൂണിത്തുറ മേഖലയാണ്. നഗരസഭ പിടിച്ചു എന്നല്ലാതെ തൃപ്പൂണിത്തുറയിൽ വിജയിച്ചു വരാൻ
സാധിക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. കാരണം കെ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ മത്സരിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ BJPക്ക് വേണ്ടി. അതെ. അപ്പോൾ നല്ല 10-15% വോട്ടുകൾ പിടിച്ചതാണ്. അതൊരു 20% എത്തിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വിജയിച്ചു വരാൻ അത് മതിയാകുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് ത്രികോണ പോരാട്ടമില്ല. കാരണം 6% BJPക്ക് കിട്ടിയ വോട്ട് ഷെയർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. 2020 കിട്ടിയ വോട്ട് ഷെയറും ജില്ല ആസകലം നോക്കുമ്പോൾ 6%മേ ഉള്ളൂ. അപ്പോൾ 6 ഒരുമിച്ച് കൂട്ടിയാൽ തന്നെ 12% ആകുന്നുള്ളൂ. ഇനി ഒരു ബോണസ് പോയിന്റ് കൂടി ചേർത്താലും 15% കൂടുതൽ വോട്ട് ഷെയർ NDAക്ക് അവകാശപ്പെടാനില്ലാത്ത NDA വളരെ ദുർബലമായ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് ഏതാണ്ട് UDF LDF നേരിട്ട് പോരാട്ടം നടക്കുകയും UDFന് ഏറെ തലപ്പൊക്കമുള്ളൊരു ജില്ലയുമാണ് എറണാകുളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.